റെഡ് കളർ പോളോ ആണ് കിട്ടാൻ. ഡീസൽ വണ്ടിയൊക്കെ കിലോമീറ്റർ കുറവിൽ കുറഞ്ഞ വണ്ടികൾ കിട്ടാൻ പാടാണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 2021 മോഡലാണ്. ആകെ 3 വർഷത്തെ പഴക്കമേ ഉള്ളൂ വണ്ടിക്ക്. ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഓടി. ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിളും കിലോമീറ്റർ കുറവ് അതുപോലെ തന്നെ മോഡൽ കൂടിയ വെഹിക്കിളാണ് ചെയ്യുന്നത്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ അപ്പോസ്റ്റ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. നമ്പറും കൊള്ളാം. 8786 KL7 കൊച്ചി രജിസ്ട്രേഷൻ വണ്ടിയാണ്. വെഹിക്കിൾ നല്ല സ്റ്റെബിലിറ്റി, സേഫ്റ്റി ഇതൊക്കെ ഉള്ള വെഹിക്കിളാണ്. അംബിഷൻ എന്ന് പറയുന്നത് മിഡ് ആയിരിക്കും അല്ലേ? ഇതിന്റെ മിഡ് വേരിയന്റ് ആണ് അംബിഷൻ വരുന്നത്. ഇത് 2017 മോഡൽ. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിളാണ്. അതുപോലെ തന്നെ ആകെ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. DSG ബോക്സ് വരുന്ന വണ്ടിയാണ്. ഏതായിരുന്നു ഇയർ? ഇത് 2017 മോഡലാണ്. 17 മോഡൽ വണ്ടി ആകെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്ററും ഇതുപോലെ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള വെഹിക്കിൾ വേറെ കിട്ടുക. ഒന്നാമത് മാർക്കറ്റിൽ ഇത്രയും കിലോമീറ്റർ പറഞ്ഞിട്ടുള്ള ഡീസൽ വെഹിക്കിൾസ് കിട്ടാനില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. ഫെയർ വെയിൽസ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രോ? അതായത് നമ്മുടെ ഷോറൂം വരുന്നത് കളമശ്ശേരി ഡിക്കാത്തലോൺ കഴിയുമ്പോൾ സിഗ്നൽ, പുതിയ റോഡ് സിഗ്നൽ എന്നാണ് പറയുന്നത്. പുതിയ റോഡ് സിഗ്നലിന്റെ റൈറ്റ് സൈഡിലാണ് ഷോറൂം വരുന്നത്. ഹൈവേ സൈഡിൽ തന്നെയാണ് ഷോറൂം വരുന്നത്. അപ്പൊ ഈ സ്ഥലം പറഞ്ഞ ആളാരാന്ന് അറിയണ്ടേ? പേര് പറഞ്ഞോ? മുക്താർ എന്നാണ് നമ്മുടെ ഷോറൂമിലെ സ്റ്റാഫാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു 3.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളുണ്ട്. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫാമിലി കാറുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇഷ്ടം പോലെ ഫാമിലി കാർ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വണ്ടികളും അതുപോലെ ഒരു 15 മേലേക്കുള്ള വണ്ടികളും അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതൽ ചെയ്യുന്നത്. ആക്സിഡന്റ് ഹിസ്റ്ററി, ഫ്ലഡ് ഹിസ്റ്ററി അങ്ങനെയൊന്നും ഇല്ലാത്ത വെഹിക്കിൾസ്. അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടുത്തെ വണ്ടികൾക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികൾ അങ്ങനെ ഒരു വണ്ടികളും ഇല്ല. ഏതെങ്കിലും വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യില്ല. നമ്മൾ ഏറ്റവും പ്രിസ്റ്റീൻ കണ്ടീഷനിലുള്ള വെഹിക്കിൾസ്, അതും റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒക്കെ ഏറ്റവും കുറവ്, സിംഗിൾ ഓണർഷിപ്പ്, മാക്സിമം ഒരു 1 ലക്ഷം കിലോമീറ്റർ കൂടിയ ഏറ്റവും ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിൾസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആക്സിഡന്റ് ആയെന്ന് പറയേണ്ട കാര്യമില്ല. ചെറിയ റീപ്ലേസ്മെന്റ് എറണാകുളത്ത് ഓടുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ മാത്രം, ചെറിയ സ്ക്രാച്ചസ് അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ അങ്ങനെയുള്ള മേജർ പ്രശ്നങ്ങളുള്ള ഒരു വണ്ടികളും നമ്മൾ ചെയ്യുന്നില്ല, ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഉണ്ടായിരിക്കുമല്ലോ? പിന്നെ തീർച്ചയായിട്ടും ഫിനാൻസ് അവൈലബിൾ ആണ്. ഓൾ കേരള ഫിനാൻസ് ഉണ്ടോ അവിടെ? പിന്നെ ഓൾ കേരള, ഓൾ ഇന്ത്യ വരെ ഫിനാൻസ് ചെയ്യാം. ഓൾ ഇന്ത്യ വരെ ഫിനാൻസ് ചെയ്യാം. കാരണം ഇവിടെ ഒരു ഡെലിവറി നടക്കുന്നുണ്ടല്ലേ ഇന്ന്? അതെ, ഓൾറെഡി ഒരു ആഗ്രഹം ഒരു ഡൽഹിയിൽ നിന്നുള്ളൊരു ഡെലിവറി നടക്കുന്നുണ്ട്. അതിന്റെ ഡെയിലി ഞങ്ങൾ കാണിക്കാം കേട്ടോ. അവർ വന്നോണ്ടിരിക്കാൻ ഓൺ ദ റോഡാണ്. അപ്പോൾ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് പോളോയുടെ GT ആണത്. പോളോ GT 2021 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ ഓടിക്കുന്നത്, 2021 മോഡല്. വെറും 40,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 2021 മോഡലാണ്. ആകെ 3 വർഷത്തെ പഴക്കമേ ഉള്ളൂ വണ്ടിക്ക്. GT ആണ്. അപ്പോൾ ഫുള്ള് ലോഡറായിട്ടുള്ള, ഫുൾ ഫീച്ചേഴ്സ് ലോഡറായിട്ടുള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ഇത് കുറേ നേരമായിട്ട് അപ്പോൾ ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ തന്നെയാണ്. 80-90% അപ്പോൾ ടയർ കണ്ടീഷൻ കിടപ്പുണ്ട്. ഇന്റീരിയർ സൈഡ് ഓപ്പൺ ആക്കാനായിട്ട് ലോക്കായി പോയി. തുറന്നിട്ടാട്ടോ, അത് ഓട്ടോ ലോക്കായി പോയതാണ്. അപ്പോൾ പോളോയുടെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സീറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു. ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയർ നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ബ്രോ വണ്ടിയിൽ? ഇല്ല, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. റിയർ സൈഡിലേക്ക് വരുമ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നു. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ഒറിജിനൽ സീറ്റ് കവർ. ഈ ഒരു ഡിസൈനിലാണ് ഇതിന്റെ ഒറിജിനൽ സീറ്റ് കവർ ആണ്. ഒരു ചെക്ക് ഡിസൈൻ അല്ലേ? അതെ. അപ്പോൾ ഇതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കുമല്ലോ? ഫിനാൻസ് അവൈലബിൾ ആണ്. ഇത് 1 ലിറ്റർ TSI എഞ്ചിനാണ് വരുന്നത്. ഗിയർ ബോക്സ് വരുന്നത്. ലാസ്റ്റ് മാനുഫാക്ചർ ചെയ്ത വണ്ടികളിൽ ഒരെണ്ണമാണ് ഇത്. നല്ല ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. 10,60,000 നമ്മൾ ഇതിന് ചോദിക്കുന്നത്. 10,60,000 ഫിനാൻസ് എക്സ്ചേഞ്ച് എല്ലാം അവൈലബിൾ ആണ്. പറഞ്ഞ പോലെ ഈ സാധനം കിട്ടാൻ ഇത്തിരി പാടാണ്. പോളോ GT ഇപ്പോൾ മാർക്കറ്റിൽ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾക്ക് ഡിമാൻഡും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലുള്ള വെഹിക്കിളാണ്. ഇതിന് ഏകദേശം ഒരു ഓൺ റോഡിന്റെ ഡിപ്പെൻസ് കസ്റ്റമർ പ്രൊഫൈലാണ്. അല്ലെങ്കിൽ കൂടെ ഒരു 80% 90% വരെ അവൈലബിൾ ഫിനാൻസ് കിട്ടും അല്ലേ? ഓക്കെ. ഡിമാൻഡുള്ള വണ്ടിയായതുകൊണ്ട് ഏകദേശം 80-90% ഫിനാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് നമ്മളൊരു പ്രീമിയം വണ്ടിയിലേക്ക് വരികയാണ്. മെർസിഡസിന്റെ ഏറ്റവും ചെറിയ കാറുകളൊന്നാണ് അല്ലേ? അതെ, B180 എന്ന് പറഞ്ഞ മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ ഓടിക്കുന്ന 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 10.4 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. പറഞ്ഞാൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒരുപോലെ നല്ല കണ്ടീഷനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന വെഹിക്കിളാണ്. നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇന്റീരിയർ കിടക്കുന്നുണ്ട്. അടിപൊളി കണ്ടീഷനിൽ കിടക്കുന്നു. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ബ്ലാക്ക് കളർ ഇന്റീരിയർ ആണ്. കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയേക്കുന്ന ഒരു
ഓക്കെ ഓക്കെ. ഒരു SUV കാറ്റഗറിയിലൊക്കെ പോലത്തെ ആ ഒരു ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു വാഗൺ പോലത്തേക്ക് ഒരു വെഹിക്കിളാണ്. റിയർ ഭാഗം കൂടി നോക്കുമ്പോൾ റിയർ ഭാഗത്തൊരു കശുവണ്ടി പാക്കറ്റ് ഇരിപ്പുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഒരു കശുവണ്ടി പാക്കറ്റ് അല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നു. പിന്നെ ചെറിയ ചെറിയ ചെളിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. കാരണം നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് റോഡ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത്. മാക്സിമം ക്ലീൻ ചെയ്താണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഫിനാൻസ് അവൈലബിൾ ആണോ? പിന്നെ ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര വരെ കിട്ടുമായിരിക്കും? നമുക്ക് ഇതിന് ഏകദേശം ഒരു 7 lakhs വരെ ഫിനാൻസ് കിട്ടാൻ. 7 lakh വരെ. എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് 10.4 ലക്ഷം രൂപ, 10.25. 10.4 ലക്ഷം രൂപയാണ്. ഒരു 7 lakh വരെയൊക്കെ നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്ന മെഴ്സിഡസിന്റെ വണ്ടി. നമുക്ക് ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ബ്രോ? അതായത് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ലാൻഡ് ടാക്സിന്റെ ഒരു കോപ്പിയും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ ഡിപ്പെൻസ് ആണ്. അതായത് അവരുടെ സിബിൽ സ്കോർ അതനുസരിച്ചായിരിക്കും ഓരോ വണ്ടികളും ബാങ്ക് ആണോ ഫിനാൻസ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻസ് ഉണ്ട്. അതായത് ശ്രീരാം മുത്തൂർ അങ്ങനെയുള്ള അവരും ചെയ്യും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ തന്നെ നമുക്ക് ഫിനാൻസ് കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഒരു 15 മേലേക്കുള്ള വണ്ടികൾക്കായിരിക്കും കൂടുതൽ ബാങ്ക് ചെയ്യുന്നത്. നമുക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ എത്ര സമയം പിടിക്കുമായിരിക്കും? ഒരു ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഡേക്കുള്ളിൽ അറിയാം. മാക്സിമം 48 hours ഫിനാൻസ് കയറി കഴിഞ്ഞാൽ എത്ര ദിവസം പ്രൊസീജിയർ ഉണ്ടാവും? മാക്സിമം ഒരു 4 to 5 days ഫിനാൻസ് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4 to 5 days വണ്ടി അവർക്ക് ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാം. 4 days ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തു തരാൻ പറ്റും. നമുക്ക് കേരള ഫിനാൻസ് ഉണ്ട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ. അടുത്ത നമ്മളൊരു XUV 500 വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2018 മോഡലാണ്. W5 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഷേപ്പിലും കൂടി ഇറങ്ങിയ വെഹിക്കിളാണ്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് XUV നിർത്തുന്ന സമയത്ത് ലാസ്റ്റ് ഷേപ്പിലുള്ള ഗ്രില്ലും ആ ഒരു ഷേപ്പിലുള്ള വെഹിക്കിളാണ്. 500 നിർത്തി പോയെങ്കിലും ആൾക്കാർക്ക് ഇപ്പോഴും വളരെയധികം മിസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതെ, ഒരുപാട് നല്ല. പിന്നെ ഇന്റീരിയർ ലോക്കായി പോയല്ലേ? ഇത് അൺലോക്ക്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫാൻ ബേസ് ഉള്ള വെഹിക്കിളാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഏതൊരു സെഗ്മെന്റിലുള്ള വെഹിക്കിളിന്റെ കൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നല്ലൊരു മസ്കുലർ തലയെടുപ്പുള്ള ഒരു വണ്ടി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. അതായത് ഇത് അവരുടെ ആ ഒരു ഡിസൈൻ സ്ട്രക്ചറിൽ നിന്ന് മൊത്തത്തിലൊരു വ്യത്യാസം വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് വെഹിക്കിളാണ്. അതെ അതെ. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പൊ മോണോകോക്ക് ഷാസിയിൽ വരുന്ന വണ്ടിയാണ്. അതാണ് ഫസ്റ്റ് മോണോകോക്ക് ഷാസിയിൽ വന്ന വണ്ടിയാണ് ടാറ്റയുടെ SUV കാറ്റഗറിയിൽ. അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടിയുള്ള ഒരു വെഹിക്കിളാണ്. ഇതിൽ നിർത്തുന്ന സമയത്തുള്ള 18 മോഡൽ വണ്ടിയാണ്. കമ്പനി സീറ്റ് തന്നെയല്ലേ? കമ്പനി അല്ല, ഇത് കസ്റ്റമർ ചെയ്തേക്കുന്നത്. ഫാബ്രിക് സീറ്റ് ആയിരിക്കും വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ് ചെയ്തേക്കുന്നത്. ഫുൾ ഇന്റീരിയർ എക്സ്റ്റീരിയറും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു. ഏതായിരുന്നു വേരിയന്റ്? W5 എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. W5 എന്ന് പറയുന്നത് മിഡ് വേരിയന്റ് ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ മ്യൂസിക് സിസ്റ്റം, അതിലൊരു സ്ക്രീനോടുകൂടിയ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഓക്കെ. ഇത് സെപ്പറേറ്റ് ചെയ്തതാണോ? അല്ല, ബിൽറ്റിൻ ആയിട്ട് വരുന്ന ഒന്നും അഡീഷണൽ ചെയ്തേക്കുന്ന ആകെ സീറ്റ് കവർ മാത്രമാണ് അഡീഷണൽ ചെയ്തേക്കുന്നത്. അതൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് എത്ര ചോദിക്കുന്ന വില? ഇതിന് നമ്മൾ 8,75,000 രൂപ, 8.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിനും ഈ പറഞ്ഞ പോലെ ഫിനാൻസ് ഒക്കെ ഓൾമോസ്റ്റ് 100% വരെ പ്രൊഫൈൽ അനുസരിച്ച് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ്. അതുപോലെ തന്നെ പ്രൊഫൈലും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക ബാങ്കുകളും ഫുൾ ലോൺ ചെയ്യും. പിന്നെ നമ്മൾ ഒരുപാട് ലോൺ കസ്റ്റമറെ കൊണ്ട് ഇടിപ്പിക്കാതെ അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം കുറച്ച്, അത്രയും പലിശ കുറവാണല്ലോ. അപ്പോൾ അതനുസരിച്ച് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്ന രീതിയിലാണ് നമുക്കും താല്പര്യം. അപ്പോൾ എല്ലാവരും ക്യാഷ് പർച്ചേസിൽ വണ്ടി എടുക്കാനാണ് നമുക്ക് പറയുള്ളൂ. എന്നാലും ഇതിന് നല്ല ട്രാക്കുള്ള ആളുകളാണ് ഫുൾ ഫിനാൻസ് വരെ കിട്ടും. ഒറ്റ പൈസ ഡൗൺ പേയ്മെന്റിലാണ് നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 1 രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എല്ലാ വീട്ടിലും പറയണ പോലെ മാസം അടവടച്ചാൽ മതി അല്ലേ? അതെ തീർച്ചയായിട്ടും. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലെ? ക്രെറ്റ. അപ്പുറത്തൊരു മറാസോ കിടപ്പുണ്ട്. ഇതിനിടയിൽ ഒളിച്ചൊരു വണ്ടി കിടപ്പുണ്ട്, മറാസോ. മഹീന്ദ്രയുടെ വേറൊരു വണ്ടിയാണ്, ഒരു ഇന്നോവയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ വണ്ടിയാണ് അല്ലേ? അതെ, ഇന്നോവയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ മാത്രമല്ല ഒരു ഡിസൈൻ സ്ട്രക്ചറിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസം വരുത്തിയ ഒരു MPV സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്ന ഒരു വണ്ടിയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം ഇന്നോവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് നല്ല കൂടുതലുണ്ട്. അതുപോലെ തന്നെ സീറ്റിംഗ് ഇന്നോവയുടെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെ സീറ്റിംഗ് സ്പേസും കിട്ടും. പിന്നെ ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ലിറ്റർ എഞ്ചിനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടും നമുക്ക് ഓടിക്കാൻ നേരത്തെ. ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ഇത്ര വലിയ വണ്ടിക്ക് നമുക്ക് ഹൈവേ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 13-14 കിലോമീറ്റർ ഈസി ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ഇതിൽ അടിപൊളി അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെപ്പറേറ്റ് ചെയ്ത അലോയ് വീലാണ്. പിന്നെ ഇതിന്റെ സെക്കൻഡ് റോ സീറ്റിൽ റൂഫിലൊക്കെ നോക്കുമ്പോൾ പറയാം നല്ല
ഫ്ലൈറ്റിലേതുപോലെ സമാനമായ AC വെന്റും കാര്യങ്ങളൊക്കെയാണ് അവര് ചെയ്തേക്കുന്നത്. സെൻട്രലൈസ്ഡ് AC ആണ് ആക്ച്വലി. ഇത് രണ്ട് സൈഡിലേക്കും ആ ഒരു വെന്റും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് പോയേക്കുന്നത്. ആണെങ്കിലും നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 വേരിയന്റ് ആണ്. ഇതേതായിരുന്നു വേരിയന്റ്? ഇത് M4 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. അഡീഷണൽ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മ്യൂസിക്സും കാര്യങ്ങളെല്ലാം ഇതിൽ ബിൽറ്റിൻ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ സ്റ്റോക്ക് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ. സാധാരണ വണ്ടിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. അതെ അതെ. പിന്നെ ഡാഷ്ബോർഡിൽ ചേർന്നിരിക്കുന്ന പോലത്തെ ഗിയർ ബോക്സ് ആണ് വരുന്നത്. സെന്റർ കൺസോളിൽ മൊത്തത്തിലൊരു വ്യത്യാസം ഉണ്ട് വണ്ടിക്ക് അല്ലേ? അതെ, നമുക്ക് അതുപോലെ തന്നെ കംഫർട്ടബിൾ ആണ്. ഭയങ്കര രസമാണ് ഓടിച്ചുകൊണ്ട് നടക്കാനാണെങ്കിലും. പക്ഷെ ആളുകളിലേക്ക് അങ്ങോട്ട് സ്വീകാര്യത കിട്ടിയില്ല. കിട്ടുന്നതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എർട്ടിക്ക് ഇതിനേലും പ്രൈസ് കുറവായിരുന്നു. അതുപോലെ തന്നെ ഇന്നോവ ആ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് അങ്ങ് മാറി മൊത്തത്തില്. അതുകൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ മോഡലാണ്. പക്ഷേ അടിപൊളി വെഹിക്കിളാണ്. സ്റ്റിൽ ജെം എന്ന് വേണം പറയാനായിട്ട്. അത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന്റെ വിലയിലേക്ക് കടക്കാം. ഇത് 8,30,000 ചോദിക്കുന്നത്. ഈ പറഞ്ഞ ഈ വണ്ടിയിലും ഓൾമോസ്റ്റ് 90% 100% എടുത്ത് ഫിനാൻസ് കിട്ടും കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച്. അപ്പോൾ അതും ഈ എക്സ്ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ്. പറഞ്ഞ പോലെ 7 സീറ്റർ ഒക്കെ നോക്കുന്ന എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. എല്ലാ വണ്ടിക്കും നമുക്ക് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ 7 സീറ്റർ ഒക്കെ നോക്കുന്ന ആളുകൾ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് പറ്റിയ അത്യാവശ്യം നല്ല തേർഡ് റോലാണെങ്കിലും അഡൽസിന് അത്യാവശ്യം കയറി ഇരിക്കാവുന്ന സ്പേസ് ഉള്ള സീറ്റാണ്. എർട്ടിഗയിലൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ചൈൽഡ് സീറ്റ് പോലത്തെ സീറ്റാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു തേർഡ് റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വെഹിക്കിളാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലായിടത്തും കൊണ്ടുനടക്കാനും പറ്റും. അടിയൊരു കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ റണ്ണിംഗ് ബോർഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഈ ഒരു പോർഷൻ എല്ലാം മറ്റേ ഗ്ലാഡിങ്സ് ആണ് വരുന്നത്. അപ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളും വരില്ല. ഫൈൻ. അപ്പോൾ അതാണ് മെറാസോയുടെ ഡീറ്റെയിൽസ്. നേരെ നമ്മൾ ക്രെറ്റയിലേക്ക് വരികയാണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡലാണ്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന മോഡലാണ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? ഇത് ഓടിയേക്കുന്നത് 82,000 കിലോമീറ്റർ. 82,000 കിലോമീറ്റർ ഓടിയുണ്ട് അല്ലേ? ഓക്കെ. അതെ. ഇത് ഏതായിരുന്നു വേരിയന്റ് വരുന്നത്? ഇത് ഏറ്റവും ടോപ്പ് SX ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ്. സൺറൂഫ് ഉൾപ്പെടെ സൺറൂഫ് ഉൾപ്പെടെ അതുപോലെ തന്നെ പുഷ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി, വയർലെസ് ചാർജർ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. സൺറൂഫ് ഉൾപ്പെടെ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഇതിനെന്ത് മൈലേജ് ഉണ്ടാവും? ഇതിന് ഏകദേശം ഒരു 14-15 കിലോമീറ്റർ അടുത്ത് നമുക്ക് ആവറേജ് മൈലേജ് സിറ്റിയിൽ കിട്ടും. ഹൈവേയിൽ ഒരു 17-18 വരെ കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനും ഈ പറഞ്ഞ പോലെ ഫിനാൻസ് അവൈലബിൾ ആണ്. നല്ല ഹൈ ക്വാളിറ്റിയിൽ എടുക്കുന്ന വണ്ടിയാണ്. വേറെ സ്ക്രാച്ചസോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ നല്ല ഷോറൂം കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. ആ ഒരു ഇയർ ഭാഗമാണെങ്കിൽ നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നു. ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ അടിപൊളി. ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് 82,000 കിലോമീറ്റർ ഓടി. 82,000 കിലോമീറ്റർ ഓടിയുണ്ട്. ടയറൊക്കെ നല്ല കട്ടുള്ള ടയർ തന്നെയാണ്. രണ്ടാമത് ഇട്ട ടയർ ആയിരിക്കണം. അലോയി എല്ലാം കമ്പനി സ്റ്റോക്ക് കണ്ടീഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ. എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ഇതിൽ നമ്മൾ അങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഹെഡ്ലൈറ്റ്സ് എല്ലാം പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ്. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഹ്യുണ്ടായുടെ വണ്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫീച്ചർ ലോഡഡ് ആയിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ എടുക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇതിലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതിനും ഈ ഏകദേശം ഒരു 80-90% ഫണ്ടിങ് കിട്ടും. 12.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അപ്പോൾ 12 ലക്ഷം രൂപയിൽ ഇതിൽ ഓൾമോസ്റ്റ് 80-90% എടുത്ത് ഇതിനും ഫണ്ടിങ് കിട്ടും. എക്സ്ചേഞ്ച് ഇതിനും അവൈലബിൾ ആണ്. പറഞ്ഞ പോലെ എല്ലാ വാഹനങ്ങളും ഹൈ ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ്. നിങ്ങൾക്ക് ഇത്തിരി വില കൂടിയാലും നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പണി ഇതിനകത്ത് ചെയ്യാനുണ്ടാവില്ല. ഇവിടെ പിന്നെ വേറെ സർവീസ് സെന്ററിൽ നടക്കേണ്ട ആവശ്യം ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ നല്ല ഗ്യാരണ്ടി തന്നെ വണ്ടി കൊടുക്കാൻ പറ്റും. അത്രയും അങ്ങനത്തെ ക്വാളിറ്റിയിലുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഇട്ട് വിൽക്കുന്നുള്ളൂ. ഓക്കെ. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? അതെ, നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ്. പ്രൈസ് നിങ്ങൾ വണ്ടി വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യും. കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വണ്ടി എന്ന് പറയുന്നത് കിയയുടെ സോണറ്റ് ആണ് അല്ലേ? ടോപ്പിന്റെ വണ്ടിയാണ്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. GT ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. അതും IMT ഗിയർ ബോക്സ് വരുന്ന വേരിയന്റ് ആണ്. IMT എന്ന് പറയുമ്പോൾ ക്ലച്ച് ഇല്ല, പക്ഷേ മാനുവൽ ഗിയർ ബോക്സ് ഉണ്ടാവും. ഒരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആയിട്ട് നമ്മുടെ ഹ്യുണ്ടായിൽ വെന്യൂൽ അങ്ങനെ ഒരു വെന്യൂലുണ്ട്, ക്രെറ്റയിലുണ്ട്. ഓൾമോസ്റ്റ് ഹ്യുണ്ടായി ഗിയർ എല്ലാ വെഹിക്കിൾസിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്, റൂഫ് റെയില്, അലോയ് വീല്, അങ്ങനെ കീലെസ് എൻട്രി, എല്ലാ കീലെസ് എൻട്രി അങ്ങനെയുള്ള KM ഹ്യുണ്ടായിലേക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വേരിയന്റിൽ ഇല്ലാത്ത ഫീച്ചറുകളൊന്നും ഉണ്ടാവില്ല. ഏകദേശം അതിന്റെ 2 സെഗ്മെന്റ് മേലുള്ള വണ്ടികളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരെ അവർ ഈ പറഞ്ഞ വെഹിക്കിളിൽ കൊടുക്കും സാധാരണ രീതിയിൽ. ഇപ്പൊ മറ്റു വണ്ടികൾ ഫീച്ചർ കൊണ്ടുവരാൻ തുടങ്ങിയത് തന്നെ കുത്തിക്കയറ്റി കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു നീറ്റ് വെഹിക്കിളാണ്. ഇതും ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വെഹിക്കിളാണ്. ഓക്കെ. ഇതിന് നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞാൽ 8,90,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാം. 9 ലക്ഷം രൂപ നമുക്ക് 8,90,000 രൂപ നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ നീറ്റായിട്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒരുപോലെ നീറ്റായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്.
പിന്നെ നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഈ ബ്ലാക്ക് കളർ സോണറ്റൊക്കെ റോഡിൽ കാണാനായിട്ട് ഭയങ്കര റോഡ് പ്രസൻസ് ആയിരിക്കും. അതെ, അതുപോലെ തന്നെ ഇതിന് LED ഹെഡ് ലാംപ്സ്, പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് എല്ലാം വരുന്ന മോഡലാണ്. നമ്പറും കൊള്ളാം. 87 86 KL7 കൊച്ചി രജിസ്ട്രേഷൻ വണ്ടിയാണ്. വെഹിക്കിളിന്റെ എല്ലാ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 90% കൂടെ കിടക്കുന്ന വെഹിക്കിൾസ് എല്ലാം KL07 തന്നെ ആയിരിക്കും. കൊച്ചി വണ്ടികളാണല്ലേ? അല്ല, കൂടുതലും നമ്മൾ ചെയ്യുന്നത് കിട്ടുന്നതൊക്കെ എറണാകുളം രജിസ്ട്രേഷനും ഈ അടുത്തുള്ള രജിസ്ട്രേഷനുള്ള വെഹിക്കിൾസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇതിന്റെ നമ്പർ എത്രയാ? ഇത് 45 ആണ്. 83 84 ഫാൻസി നമ്പർ ആണല്ലോ കൂടുതലും. ഫാൻസി നമ്പറാണ് കിട്ടുന്നത്. അപ്പോ ഇത് റാപ്പിഡ് അല്ലേ? ഇത് റാപ്പിഡ് അംബിഷൻ എന്നുള്ള വേരിയന്റ് ആണ്. ഇത് സിംഗിൾ ഓണറാണ്. 80,000 കിലോമീറ്റർ ഓടിക്കുന്ന ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉള്ള വെഹിക്കിളാണ്. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം ഡ്രൈവിംഗ് ഡൈനാമിക്സ്, അതുപോലെ തന്നെ പെർഫോമൻസ്, നല്ല സ്റ്റെബിലിറ്റി, സേഫ്റ്റി ഇതൊക്കെ ഉള്ള വെഹിക്കിളാണ്. അംബിഷൻ എന്ന് പറയുന്നത് മിഡ് ആയിരിക്കും അല്ലേ? ഇതിന്റെ മിഡ് വേരിയന്റ് ആണ് അംബിഷൻ. ഈ ടച്ച് സ്ക്രീൻ അഡീഷണൽ ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ. ഇതിലൊരു ചെറിയ മ്യൂസിക് സിസ്റ്റം ആയിരിക്കും വരുന്നത്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ കമ്പനി തന്നെയല്ലേ? അല്ല, ഇതും ആ കസ്റ്റമർ ചെയ്തേക്കുന്നത്. ഇതിന് ഫാബ്രിക് സീറ്റ് ആയിരിക്കും വരുന്നത്. ഇത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. ഷോറൂമിൽ തന്നെ ചെയ്തേക്കുന്ന സീറ്റ് കവർ ആണ്. ഷോറൂമിൽ തന്നെ ചെയ്ത സീറ്റ് കവർ ആണ്. ഇന്റീരിയർ ഒക്കെ നൈസായിട്ട് നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നീറ്റ് ആയിട്ടാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. സെക്കൻഡ് വേരിയന്റ് അടങ്ങി കൂടെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇന്റീരിയർ 2 റോ സീറ്റും കാര്യങ്ങളും കാണുമ്പോൾ അറിയാൻ പറ്റും. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള അവർ അത്രയും ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടന്നിരുന്ന വണ്ടിയാണ്. പിന്നെ അലോയ് വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബ്ലൈൻഡ് അത്യാവശ്യം ഒരു 90% ഇതൊക്കെ സ്റ്റോക്ക് കമ്പനിയിൽ ചെയ്തേക്കുന്നതാണ്. ജെന്യൂൻ പാർട്സ് ആണ് എല്ലാം. സ്കോഡാണ് അതിന്റെ ബാഡ്ജിങ് അവിടെ കാണാൻ പറ്റും. അപ്പോ ഇത് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയായിരുന്നു? ഇത് 80,000 കിലോമീറ്റർ ഓടിക്കുന്നത് 2018 മോഡൽ വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 6,20,000 രൂപയാണ്. പെട്രോൾ മാനുവലാണ്. അതെ, 1.6 ലിറ്റർ എഞ്ചിൻ വരുന്ന മോഡലാണ്. അതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കുമല്ലോ? പിന്നെ തീർച്ചയായിട്ടും ഇതെല്ലാം ഓൾമോസ്റ്റ് ഒരു 90%, 80 to 90% എന്തായാലും ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ്. പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ഓൾമോസ്റ്റ് മിക്ക വണ്ടികൾക്കും 100% വരെ ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. ഇവിടെ കിടക്കുന്ന വണ്ടികൾക്ക് എല്ലാത്തിനും ആ രീതിയിൽ ഫിനാൻസ് കിട്ടുന്ന വെഹിക്കിൾ. ഏറ്റവും 18 മേലേക്കുള്ള ഓൾമോസ്റ്റ് മിക്ക വണ്ടികൾക്കും ഈ പറഞ്ഞ 100% ഫിനാൻസ് മിക്ക ബാങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കസ്റ്റമർ പ്രൊഫൈലും കൂടി മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പറഞ്ഞ എല്ലാ വണ്ടികളും 100% ഫിനാൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു സംശയം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഹൗസ് ഇല്ലാത്തവർക്ക്, വാടക വീടുള്ളവർക്ക് കാർ എടുക്കാൻ എന്തെങ്കിലും ഫിനാൻസ് വാടക വീടുള്ള ഇല്ല. പക്ഷേ അവരാരെങ്കിലും പേരിൽ ഒന്നല്ലെങ്കിൽ ഗ്യാരണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കറണ്ട് ബില്ല് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്. കറണ്ട് ബില്ല് ആക്ച്വലി ലാൻഡ് ടാക്സിന് പകരമായിട്ട് ബാങ്കുകൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അത് കുറച്ചും കൂടി ചില ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഫിനാൻസിങ് കാര്യങ്ങളെല്ലാം ഈ ഓൺ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഗ്യാരണ്ടിയറോ അല്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് കറണ്ട് തീർത്ത രസീത് വേറെ ആരെങ്കിലും വെക്കണ്ടായിട്ടുണ്ടല്ലോ. അവർക്ക് ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഓപ്ഷൻ ഉണ്ട്. അത് മതി. അങ്ങനെ 2-3 കമന്റുകൾ വരാറുണ്ട് റെഗുലർ ആയിട്ട് വീഡിയോ അടി. ഒരു ബ്രസ് ആണല്ലേ? ഇത് ഏതാ മോഡൽ? ഇത് 2021 മോഡലാണ്. VXI വേരിയന്റ് ആണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് ഒക്കെ ഉണ്ട്. അലോയ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ഇത് ഓടിയിരിക്കുന്നത് 57,000 കിലോമീറ്റർ ഓടിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വൈറ്റ് കളർ വെഹിക്കിൾ ആണ്. നല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെഹിക്കിൾ ആണ്. മെയിൻറ്റൈൻ ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇതിനും ഈ പറഞ്ഞ പോലെ ഫിനാൻസ് ഒക്കെ എല്ലാം സെയിം തന്നെയാണ്. ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ ഫിനാൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ട്രാക്കും നിങ്ങളുടെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വെൽ നീറ്റായിട്ട് തന്നെ കിടക്കുന്നു. അലോയ് വീല് കമ്പനി സംഭവങ്ങൾ തന്നെയാണ്. എക്സ്ട്രാ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. നീറ്റായിട്ട് തന്നെ കിടക്കുന്നു. വില എത്രയായിരുന്നു പറഞ്ഞത്? ഇത് നമ്മൾ 8,50,000 ചോദിക്കുന്നത്. അത്യാവശ്യം കസ്റ്റമർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന് ഡെലിവറിക്ക് ഉള്ളതും ഒരു റെഡ് പ്രസ് ആണല്ലോ. അതും 2021 മോഡൽ തന്നെ. അത് ZXi പ്ലസ് വേരിയന്റ് ആണ്. ഇതിനും ഒരു 2 വേരിയന്റ് കൂടുതലുള്ള വേരിയന്റ്. അപ്പോൾ അടുത്ത വരുന്നത് ഇത് 2017 മോഡൽ. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഇത് 1.2 TSI പോളോ GT വരുന്ന സെയിം എഞ്ചിനും ഗിയർ ബോക്സും DSG ഗിയർ ബോക്സ്, 7 സ്പീഡ് DSG ഗിയർ ബോക്സ് വരുന്ന വേരിയന്റ് ആണ്. വെൻഡോ ആണ്. വെൻഡോ TSI ഓട്ടോമാറ്റിക് ആണ്. കംഫർട്ട് ലൈൻ എന്നുള്ള വേരിയന്റ് ആണ്. മിഡ് വേരിയന്റ് അല്ലേ? മിഡ് വേരിയന്റ് ആണ്. പക്ഷേ ഇതിന്റെ ഒരു എഞ്ചിൻ സ്പെക്ക് എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ ആകെ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഏതായിരുന്നു ഇയർ? ഇത് 2017 മോഡലാണ്. 17 മോഡൽ വണ്ടി ആകെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ് അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ്. 2017 മോഡലാണ്. അപ്പോൾ എത്ര ചോദിക്കുന്ന വില? ഇതിന് 6,90,000 രൂപ ചോദിക്കുന്ന. പോളോ GT ഒക്കെ നോക്കുന്നവർക്ക് ഈസി ആയിട്ട് വാങ്ങാവുന്ന വേരിയന്റാണ്. സെയിം എഞ്ചിനും സെയിം പെർഫോമൻസും ഉള്ള എഞ്ചിനും ഗിയർ ബോക്സ് ഇരിക്കുന്ന വെഹിക്കിളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെഡാനും കൂടിയാണ്. സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഫാൻസി നമ്പറാണ്. KL08BM 3003. നമ്പർ ഒന്ന് കാണിച്ചു കേട്ടോടാ.
പിന്നെ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും അല്ലേ? സെയിം തന്നെ. അത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല. KL 8 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇനി നമുക്ക് ഉള്ളിൽ 2 വണ്ടികളുണ്ട്. സുസുക്കിയുടെ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്, ഒരു ഡിസയർ കിടപ്പുണ്ട്. ഇത് സ്വിഫ്റ്റിലെ 24 മോഡലാണ്. 24 മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് 4 സിലിണ്ടർ വെഹിക്കിൾ എഞ്ചിൻ സ്പെക്കിൽ ലാസ്റ്റ് ഇറങ്ങിയ വെഹിക്കിൾ പറഞ്ഞാൽ ഇപ്പൊ വണ്ടി 3 സിലിണ്ടർ ആക്കി കളഞ്ഞല്ലോ. 3 സിലിണ്ടർ ആക്കി കളഞ്ഞു. അപ്പോൾ ഇത് 4 സിലിണ്ടറിൽ ലാസ്റ്റ് ഇറങ്ങിയ വെഹിക്കിളാണ്. അതും ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ബ്ലാക്കിൽ ഇറങ്ങുന്ന ZXi എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. ഇത് ബ്ലാക്ക് ആണല്ലേ? ഇത് ബ്ലാക്ക് കളർ ബ്ലൂ ആയിട്ട് ഷെയ്ഡ് ഫീൽ ചെയ്യുന്നത്. ഏതായിരുന്നു വേരിയന്റ്? ZXi എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. അലോയിൽ പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം കീല സെന്റർ എല്ലാം വരുന്ന മോഡലാണ്. അതും ഈ പറഞ്ഞ പോലെ അഡീഷണൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അണ്ടർ വാറണ്ടിയിലുള്ള വെഹിക്കിളാണ്. ഓക്കെ. 20,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ 100% പുതിയ ന്യൂ കാറിന് ഫിനാൻസ് കിട്ടും പോലെ തന്നെ ഫിനാൻസും കാര്യങ്ങളൊക്കെ കിട്ടും 24 മോഡൽ ആയതുകൊണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് നമ്മൾ 8,60,000 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ഒക്കെ കിട്ടും. ബ്ലാക്ക് കളറിൽ ലിമിറ്റഡ് ആയിട്ട് 4 സിലിണ്ടർ വണ്ടി ഇനി കിട്ടൂല. അപ്പൊ അത് ആ സ്പെക്കിൽ വരുന്ന ഒരു വണ്ടിയാണ്. റയർ ആണ്. അതെ. അപ്പോൾ നേരെ നമ്മൾ സ്വിഫ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഡിസയറിലേക്ക് പോവാണ്. ഇതും ഈ പറഞ്ഞ പോലെ 2014 മോഡൽ ഡിസയർ ആണ്. ഇത് VXi വേരിയന്റ് ആണ്. 70,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിളാണ്. 3,70,000 നമ്മൾ ഫൈനൽ ചോദിക്കുന്ന പ്രൈസ്. അതും ഈ പറഞ്ഞ പോലെ ഇന്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. ഒരു ഫാമിലി കാർ, ഒരു ഹാച്ച് ബാക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന കസ്റ്റമർക്ക് കൺസിഡർ ചെയ്യാവുന്ന മോഡലാണ്. ഇന്ത്യയുടെ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാം കമ്പനി ഹൈ ക്വാളിറ്റിയിൽ കിടക്കുന്ന വണ്ടിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വെഹിക്കിളാണ്. അത്രത്തോളം വെൽ മെയിൻറ്റൈൻഡ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ്. 3,70,000 നമ്മൾ ഫൈനൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഫിനാൻസ്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം കേട്ടോ ഗായ്സ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ നമുക്കൊരു ഡെലിവറി വന്നിട്ടുണ്ട്. 2023 മോഡൽ ഒരു കിടിലം ബ്രസ്സയാണ് കിടക്കുന്നത്. ആൻഡ് ഇവർ വന്നിരിക്കുന്നത് കേരളത്തിലുള്ള ആൾക്കാരല്ല, ആഗ്രയിൽ നിന്നാണല്ലേ? आप किधर से है? दिल्ली से. नाम क्या है? आलम. कैसे उसका डील? अच्छा है डील. अच्छा डील है. गाड़ी भी अच्छा है, कंडीशन भी अच्छा है गाड़ी का. अच्छा कंडीഷൻ. എനിക്കധികം ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് കാര്യങ്ങൾ ചോദിക്കുന്നില്ല. എന്നാലും അവർ ഹാപ്പി കസ്റ്റമർ. ഓക്കെ, ഹാപ്പി കസ്റ്റമർ. ഓക്കെ, നമുക്ക് ഡെലിവറി കാണാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. ഓക്കെ, ഡെലിവറി എടുത്തോളൂ. ഓക്കെ. ഇവരൊക്കെ അവരുടെ കൂടെ വന്നവരാണ് കേട്ടോ. എല്ലാവരും പേരൊന്നും പറഞ്ഞു. നാം ക്യാ ഹൈ? रेहान. रेहान. हाय. नाम क्या है? जैनुल. ഓക്കെ. അപ്പോൾ ഹാപ്പി മോട്ടറിങ് സേഫ് ആയിട്ട് പോയിടുക. ഓക്കെ, മനസ്സിലായെന്ന് അറിയില്ല എന്നാലും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. അടുത്ത വണ്ടി എന്ന് പറയുന്ന ഒരു റിറ്റ്സ് ആണ്. ഇതാണ് നമ്മൾ കുറഞ്ഞ വിലക്ക് ഇവിടെ നിന്ന് പറഞ്ഞ വണ്ടി അല്ലേ? അതെ, തീർച്ചയായിട്ടും. കുറഞ്ഞ വിലക്ക് എന്ന് പറയുമ്പോൾ 2012 മോഡൽ റിറ്റ്സ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ ആകെ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3.5 ലക്ഷം രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് കൂടുതലായിട്ട് തോന്നുന്ന ആളുകൾ ഈ കിലോമീറ്ററും ഇതുപോലെ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള വെഹിക്കിൾ വേറെ കിട്ടുക ഒന്നാമത് മാർക്കറ്റിൽ ഇത്രയും കിലോമീറ്റർ പറഞ്ഞിട്ടുള്ള ഡീസൽ വെഹിക്കിൾസ് കിട്ടാനില്ല. റേറ്റ്സും കാര്യങ്ങളെല്ലാം. അതെ അതെ, മാരുതി സുസുക്കിയുടെ വണ്ടിയുള്ള അത് മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. നല്ല റീസണബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഹൈ മൈലേജ് ഉള്ള വെഹിക്കിളാണ്. അപ്പോൾ വില കുറഞ്ഞതെന്ന് പറയാൻ പറഞ്ഞത് ഇവിടെ ഉള്ളതിൽ വെച്ച് വില കുറഞ്ഞ വണ്ടി എന്നാണ്. ഇതിന് കമ്പാരിറ്റീവ്ലി നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കൂടുതലായിട്ട് തോന്നി. ഈ പറഞ്ഞ പോലെ ഇത്രയും ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ നിങ്ങൾ കിട്ടുന്നുണ്ടോ? ഒരു 3-4 വണ്ടി കണ്ടിട്ട് ഇവിടെ ഒന്ന് ഈ വണ്ടി കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആരും നിർബന്ധിക്കുന്നില്ല. ക്വാളിറ്റി മനസ്സിലാവും. 60,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ സർവീസ് ഹിസ്റ്ററിയുള്ള ഡീസൽ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസും കാര്യങ്ങളൊക്കെ കിട്ടും. നേരത്തെ പറഞ്ഞ തന്നെ ആയിരിക്കും. എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടും. ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഹോണ്ടയുടെ അമേസിലേക്കാണ് വരുന്നത്. ഇത് 2022 മോഡൽ VX വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ഷേപ്പിലുള്ള വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 7,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫോഗ് ലാമ്പ്, കീലസ് എൻട്രി കാര്യങ്ങളെല്ലാം ഉള്ള വെഹിക്കിളാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ആകെ 7,000 കിലോമീറ്റർ ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി കിട്ടുന്ന ആ ഒരു കണ്ടീഷൻ തന്നെ വണ്ടി കിടക്കുന്നു. ഇത് നമ്മൾ 8,50,000 ചോദിക്കുന്ന പ്രൈസ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിനും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടും. കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് വെഹിക്കിൾസിനെല്ലാം അങ്ങനെ തന്നെ കിട്ടും. ബാങ്കിങ് ഫിനാൻസ് തന്നെ ചെയ്യാൻ പറ്റും പുതിയ വണ്ടികളുടെ പോലെ. അപ്പോൾ ഇന്റീരിയർ സൈഡ് എക്സ്റ്റീരിയർ സൈഡ് എല്ലാം നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഒരുപാട് ടൈം വേസ്റ്റ് ആക്കണ്ട. നേരെ നമ്മൾ വരുന്നത് പോളോയിലേക്കാണ്. റെഡ് പോളോ. അതെ, പോളോയിൽ ഡിമാൻഡ് ഉള്ള ഒരു കളറാണ്. ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള കളറാണ് പോളോ റെഡ് എന്ന്. ഒരു കളർ, ആ കളറിനെ തന്നെ പോളോ റെഡ് കളർ എന്നാണ് എല്ലാവരും പറയുന്നത്. അത് 2018 മോഡൽ വണ്ടിയാണ്. ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏതാ വേരിയന്റ്? കംഫർട്ട് ലൈൻ എന്നുള്ള വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ടയർ കണ്ടീഷൻ ഒക്കെ നോക്കുകയാണെങ്കിലും കട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തേഞ്ഞ തീർന്ന ടയറൊക്കെ ആണെങ്കിൽ മാറ്റി കൊടുക്കുമല്ലോ.
നമ്മൾ അത്യാവശ്യം തീർന്ന ടയറുകളെല്ലാം മാറ്റി റീപ്ലേസ് ചെയ്തിട്ടാണ് വണ്ടികൾ നമ്മൾ വിൽക്കാനിടാറ്. പിന്നെ ആവറേജ് കണ്ടീഷൻ ഉള്ളത് കുഴപ്പമില്ലാത്ത ടയേഴ്സ് ആണ്. കുഴപ്പമില്ലാത്ത ടയർസ് ആയിരിക്കും. ഇതൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും നീറ്റ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. എക്സ്ട്രാ ഇന്റീരിയർ ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. കമ്പനി സംഭവങ്ങളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. കമ്പനി സംഭവങ്ങളാണ്, കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ്. എല്ലാത്തിനും സർവീസ് ഹിസ്റ്ററി ഉള്ള വെഹിക്കിൾസ് ആട്ടോ. യെസ്, നമ്മുടെ ഇവിടുത്തെ എല്ലാ വണ്ടികൾക്കും സർവീസ് ഹിസ്റ്ററി ഉള്ളതാണോ. റിയർ ഭാഗമാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞായിരുന്നോ? ഇതിന്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 7,20,000 രൂപയാണ്. ഓക്കെ, റെഡ് കളർ പോളോ ആണ് കിട്ടാൻ. ഡീസൽ വണ്ടിയൊക്കെ കിലോമീറ്റർ കുറവിൽ 70,000 കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ കിട്ടാൻ പാടാണ്. എല്ലാം ഒരു ഒന്നിന് മേലെ കൂടെ വണ്ടികളായിരിക്കും ഡീസൽ വണ്ടി സ്വാഭാവികമായിട്ടും കിട്ടുന്നത്. അപ്പോൾ അതാണ് അതിന്റെ ഡീറ്റെയിൽസ്. അതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ അടുത്തൊരു എത്തിയോസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് 2018 മോഡൽ ഇറ്റിയോസ് VX ഡീസലാണ് വരുന്നത്. അതും ഡ്യുവൽ ടോൺ ഓപ്ഷൻ വരുന്ന മോഡലാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്ന 1,30,000 കിലോമീറ്റർ ആണ്. 7,60,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. നിങ്ങൾക്ക് എക്സ്റ്റീരിയറും ഇന്റീരിയറും കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഡ്യുവൽ ടോൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അതും വൈറ്റും ബ്ലാക്കും വരുന്ന വണ്ടിയാണ്. VX ഡീസലാണ്. ഓക്കെ, ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ അപ്പോൾസറി ചെയ്തിട്ടുണ്ടോ? അല്ലേ, അപ്പോൾസറി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ത്യനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പോൾസറി ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബ്രൗൺ കളർ സീറ്റ് ഓപ്പണാണ്. അടുത്തോ ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ അപ്പോൾസറി കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. റിയർ ഭാഗമാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും നീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് എത്രയായിരുന്നു ചോദിക്കുന്ന പ്രൈസ്? ഇത് 7,60,000 നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതിന് ഈ പറഞ്ഞ പോലെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. കിലോമീറ്റർ ഓടി നോക്കണ്ട, ടൊയോട്ടയുടെ വെഹിക്കിളാണ്. എത്ര കിലോമീറ്റർ ഓടിയാലും അങ്ങനെ തന്നെ നിന്നോളും. ടൊയോട്ടയുടെ വണ്ടികൾക്ക് കിലോമീറ്റർ ഒരു പ്രശ്നമല്ല. അതെ, റിലയബിലിറ്റി, പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു വണ്ടിയുണ്ട്, ഇഗ്നിസ് ആണല്ലേ? അത് 2023 മോഡൽ 2023 മോഡൽ വെഹിക്കിളാണ്. 10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സീറ്റ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ വെഹിക്കിളാണ്. അതായത് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഇതും ഈ പറഞ്ഞ പോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. നെക്സാ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള കളറിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. ഇപ്പോൾ സുസുക്കിയുടെ വണ്ടികളിൽ ഈ കളറിന് ഡിമാൻഡ് ഉണ്ടോ? അല്ലെങ്കിൽ ബ്ലൂ ഈ കളറിൽ ഈ വെഹിക്കിളിന് ഭയങ്കര ഡിമാൻഡാണ്. അതായത് ഇഗ്നിസിൽ നെക്സാ ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കളർ. അതും അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റാന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. AMT. അതിൽ 10,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടി അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വരുന്ന വെഹിക്കിളാണ്. അപ്പോൾ ഇതിന് എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് 7,20,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. 23 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള അണ്ടർ വാറണ്ടിയിലുള്ള വെഹിക്കിളാണ്. ഇന്ത്യൻ സൈഡ് ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നു. ടയർ ഭാഗം നോക്കുകയാണെങ്കിലും ഓക്കെയാണ്. സീറ്റ് വർക്ക് അഡീഷണൽ കാര്യങ്ങൾ ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ. വെഹിക്കിളാണ്. ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിളും കിലോമീറ്റർ കുറവ് അതുപോലെ തന്നെ മോഡൽ കൂടിയ വെഹിക്കിളാണ് ചെയ്യുന്നത്. ഇപ്പോൾ 21 പോളോ GT, 22 മോഡൽ അമേസ്, 23 മോഡൽ ഇഗ്നിസ്, 24 മോഡൽ സ്വിഫ്റ്റ്, അങ്ങനെയുള്ള വെഹിക്കിൾസ് ആണ്. 18 എല്ലാ മോഡൽസിന്റെയും ഇയറും അതുപോലെ തന്നെ കിലോമീറ്റർ കയറിയപ്പോൾ ബ്രോന് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഐഡിയയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. കുറച്ച് വെഹിക്കിൾസ് കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കൂടുതൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഫെയർ വീൽസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. അല്ലേ, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. എല്ലാം യൂട്യൂബ് ചാനലുണ്ട്. സെയിം ഫെയർ വീൽസ് കൊച്ചി എന്നുള്ള വേരിയന്റ് ആണ്. നമ്മുടെ വണ്ടികൾ കാണാനായിട്ട് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. യൂട്യൂബിൽ ഓരോ വണ്ടികളുടെ ആയിട്ടും ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും സംശയം ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും വണ്ടിയെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. ഓൾ കേരള ഫിനാൻസ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു ഷോറൂമാണ്. താങ്ക് യു സോ മച്ച് മുക്ത ബ്രോ. എത്ര നേരം നമ്മുടെ കൂടെ കട്ടക്ക് ചെയ്യുന്നതിന്. മഴ വരുന്നുണ്ട്, ഇരുട്ടായി. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ പറഞ്ഞാലോ? ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമ്മുടെ വീഡിയോയിൽ നമ്മൾ പൊതുവെ പറയാത്ത കാര്യമാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.